ഇന്ന് വൈൽഡ് കാർഡുകൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെ കുറിച്ച് അഭിപ്രായം പറയണം എന്നുള്ള ഒരു ടാസ്ക് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷെ സായി മുന്നോട്ട് വന്നത് നൈസായിട്ടൊക്കെ കസറിയിട്ട് പോയി. സായി ആണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഈ ഒരു ടാസ്കില്. അൻസിബ കട്ടിൽ റാണിയാണ് എന്ന് പറയുന്നുണ്ട്. മുടിയൻ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. വീക്ക് ബൈ വീക്ക് ഒരു സർവൈവൽ സ്കില്ല് കീപ്പ് ചെയ്യണം. ഫാൻ ബേസിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവസരം വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ശ്രീതു ഒരു തമിഴ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നുണ്ട്. ലാംഗ്വേജ് ബാരിയറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്രീതു കുറെ കൂടി ബെറ്റർ ആവാനുണ്ട് എന്ന് സായി പറയുന്നു. ശരണ്യ കൂളായിട്ട് തുടങ്ങി ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് ശരണ്യയെ കുറിച്ച് സായി പറയുന്നുണ്ട്. ശരണ്യ ഒറ്റയ്ക്ക് കളിക്കാത്തതിനെ വിമർശിക്കുന്നുണ്ട്. റസ്മിൻ ഹെൽത്തി ആയി കളിക്കാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്സര ഒരു ഡിപ്ലോമാറ്റിക് കണ്ടസ്റ്റന്റ് ആണ് എന്നും സായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോറ പെട്ടിയിൽ ഡ്രസ്സാണോ ടിഷ്യൂ ആണോ കൊണ്ടുവന്നത് എന്ന് നോറയോട് ചോദിക്കുന്നുണ്ട്. കേട്ടപ്പോ ചിരി വന്നു. നോറയ്ക്ക് അതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ല. ഇപ്പോഴാണ് സീക്രട്ട് ഏജന്റിനെ ഞാൻ കണ്ടത്. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ആ ഒരു വീഡിയോസിലൊക്കെ കാണുന്ന ഒരു സാർക്കാസം ഒക്കെ വെച്ചിട്ട് പുള്ളി പറഞ്ഞ ആ ഒരു രീതി അങ്ങനെ വീഡിയോസിലൊക്കെ കേൾക്കുന്ന പോലെ ഒരു സാധനമാണത്. പിന്നെ അർജുൻ ഗെയിം കളിക്കേണ്ട സ്ഥലത്ത് കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജിൻഡോ മാമൻ നടത്തിയ R&D ഒക്കെ കൊള്ളാം. കള്ളം പറയണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓഡിയൻസ് എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കി കളിക്കുക എന്ന് സായി പറയുന്നുണ്ട്. ശ്രീരേഖ വിഷമാണ് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനത് മാറ്റി പറയുന്നു എന്ന് സായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ യമുനയുമായിട്ട് അമ്മറോളിന് വേണ്ടി കോമ്പറ്റീഷൻ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഗബ്രി അളിയ സുഖമാണോ, സുഖം കൂടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്. ഞാൻ ഗബ്രികളെ പൊട്ടിക്കില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോൾ സ്ട്രോങ് ആണ്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ മറ്റേ സ്വന്തം വീട്, ഗബ്രിക്ക് സ്വന്തം വീട് പോലെയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സായിക്ക് അവിടെ തെറ്റി, അവിടെ അടിത്തെറ്റി. എനിക്ക് നെഗറ്റീവ് അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പണി പാളും സായി അങ്ങനെ വീണ്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറഞ്ഞാൽ. നിങ്ങൾ ഇൻഡിവിജ്വലായി കളിച്ചാൽ നിങ്ങളുടെ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വോട്ട് തരും. പക്ഷെ ഇമാതിരി ഡയലോഗ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഗബ്രിയുമായിട്ട് എന്റെ സായിബ്രി കോംബോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ സായി തീർന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുമ്പോൾ സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് വീഡിയോയിലൊക്കെ കേൾക്കുന്ന സെയിം സാധനം. ഇങ്ങനെ സ്വിച്ചിങ് നടത്തുന്നതായിട്ട് സായി പറയുന്നുണ്ട്. പിന്നെ ജാൻമോണിക്ക് ഒരു റിമോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ല എന്ന് സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ എക്കണോമി ക്ലാസ്സിലാണ് വന്നത്, ബിസിനസ് ക്ലാസ്സിലല്ല എന്നൊക്കെ പറഞ്ഞ് തഗ് അടിക്കുന്നുണ്ട്. മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ സായി. ഈ ഷോ ജാൻമണിയുടെ വീട്ടിലെ ഷോ അല്ല എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇത് എന്റെ മോൾ ഷൈൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്, അല്ലാതെ ജാൻമണിയുടെ ഷോ അല്ല. ജാൻമണിക്ക് തോന്നുന്ന പോലെ ഇവിടെ ചെയ്യാനോ പറയാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗബ്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ആശാന് തെറ്റിയത്. വേറുള്ള എല്ലാവരെ കുറിച്ചും പ്രേക്ഷകരുടെ വ്യൂ പോയിന്റ് തന്നെയാണ് സായി പറഞ്ഞത്. ആ കാര്യത്തില് സായി റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സായി അടിപൊളിയായിട്ട് ഇന്നത്തെ ആ ഒരു ടാസ്ക് ചെയ്തു. ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്തു. അവിടെയുള്ള എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്തു സായിയുടെ ആ ഒരു വിധം. പുള്ളി ആ ഒച്ചയുർത്തിയൊന്നും അല്ല സംസാരിച്ചത്, വളരെ ലൈറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഈ ഒരു രക്ഷയില്ല. പുള്ളി ആ ഒരു സാർക്കാസവും എല്ലാം കലർത്തി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ആ ഒരു ടാസ്ക്.